പ്രേസിലോട് ക്രൈസ്തവയുടെ യൂട്യൂബിൽ ദൈവം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയുന്നു. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദ റോമാലേഖനം 4:18 വാക്യം ഇങ്ങനെ പറയുകയാണ്: നിന്റെ സൽഗുണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബഹുജാതികളിൽ പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. പ്രേസിലോട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് പഴയ നിയമ ഭക്തനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സാധ്യതകളെ നോക്കി വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നില്ല, അസാധ്യതകളെ നോക്കി വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത എന്നാണ്. എന്നാൽ ആശയ്ക്ക് വിരോധമായി എന്ന് പറയുമ്പോൾ അസാധ്യതകൾ നടുവിൽ അബ്രഹാം വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്യുന്ന പോലെ നീ ബഹുജാതികൾ പിതാവാകുമെന്ന അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. നമുക്ക് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം കൽദയയിലെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വൃദ്ധഭവനത്തെയും വിടുക, പൂർണ്ണമായി നീ വിടുക. എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് കടന്നു പോകണം. അബ്രഹാം അത് ചെയ്തു. അബ്രഹാം അത് ചെയ്തത് കൊണ്ടും അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് കീഴ്പ്പെട്ടത് കൊണ്ടുമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനിടയായത്. പ്രിയരെ, ഇവിടെ പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ ദേശത്തെ ചാർച്ചകൾ വൃദ്ധഭവനത്തിൽ വിടണം. നമുക്ക് ദൈവത്തെ അറിഞ്ഞിട്ടും നാം എന്തൊക്കെ വിട്ടിട്ടുണ്ട്? ദേശത്ത് നാം വിട്ടിട്ടുണ്ടോ? ദേശത്തെ സ്വഭാവങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചാർച്ചക്കാരെ നാം വിട്ടിട്ടുണ്ടോ? പലരും എന്ത് ചെയ്യാണ്? ദൈവത്തെ കൂടുതൽ ദൈവത്തെക്കാൾ ദൈവകൽപ്പന അനുസരിക്കുന്നേക്കാൾ ബന്ധങ്ങൾക്ക് വില കൊടുത്ത് ദൈവ കൽപ്പനകൾ ലംഘിക്കുന്നവരല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ. വൃദ്ധഭവനത്തെ വിട്ടുകളയുക. നാം ഇപ്പോഴും പാരമ്പര്യങ്ങൾ പറയുന്നവരല്ലേ? എന്റെ അപ്പൻ അങ്ങനെയാണ്, എന്റെ അമ്മ അങ്ങനെയാണ്, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്. പക്ഷെ അവരിന്ന് അന്ധകാരത്തിൽ കിടക്കുന്നവരാണ്. യേശുക്രിസ്തു വന്നത് ഈ ഭൂമിയിലേക്കുള്ള പാരമ്പര്യത്തെ പിൻപറ്റി തുറക്കുവാനല്ല. കർത്താവ് നമുക്കറിയാം, ഹല്ലേലൂയ, അവന് എല്ലാത്തിനെയും ഇടിച്ചു കളഞ്ഞ, എല്ലാ ഭൗതികമായ പാരമ്പര്യമായ സകലത്തെ ഇടിച്ചു കളഞ്ഞാലാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് ഇവിടെ പറയുകയാണ്, അബ്രഹാമിനോട് ദൈവം അളിച്ചതാണ്, ദേശത്തെ ചാർച്ചക്കാരെ നിന്റെ പ്രതിഭവനത്തെ വിടണം, നീ പുറപ്പെടണം. ദേശത്ത് പല സ്വഭാവങ്ങൾ ഉണ്ടാവാം. നിന്റെ കുടുംബത്തിൽ ചില പാരമ്പര്യമായി നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവര് വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരായിരുന്നു. അപ്പോ ആ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പനയായ അന്യ ദൈവങ്ങളെ സേവിക്കരുത്, വിഗ്രഹങ്ങളെ സേവിക്കരുത്, അത് ഉണ്ടാക്കരുത് എന്നുള്ള കൽപ്പന, അതിനെ നമസ്കരിക്കുന്നുള്ള കൽപ്പന അബ്രഹാം ചെയ്തത്? അബ്രഹാം പറഞ്ഞ് അനുസരിക്കുവാൻ ഇടയായി. ചാർച്ചക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്ത ചില ചാർച്ചകളുണ്ട്, ചേരാത്ത ചില ബന്ധങ്ങളുണ്ട്, ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ഉണ്ട്. ഒരു പക്ഷേ അബ്രഹാം കൽദയയിലെ പട്ടണത്തിൽ നിന്ന് തന്നെ വിശ്വാസം നിന്നെങ്കിൽ ഒരുപക്ഷെ അബ്രഹാമിന് പലരും കളിയാക്കിനെ, കൂടെ ഉള്ളവർ എന്ത് ചെയ്യണേ, നീ തലമുറയില്ലല്ലോ എന്ന് പറഞ്ഞ നിന്ദിച്ചേനെ പറയും. അതിനൊന്നും ദൈവം വിട്ടുകൊടുത്തില്ല. ചാർച്ചക്കാരന് പുറപ്പെട്ടു. വൃദ്ധഭവനത്തെ ദൈവം തന്റെ പിതാവായ തേരത്തിനെ കൂടെ എന്ത് ചെയ്തു? അബ്രഹാം അവിടെ നിന്ന് കൊണ്ടുവരുവാൻ ഇടയായി. നോക്കുക, എന്നിട്ട് ദൈവം വാക്കുകൾ കൂടി ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നോക്കുക, ചിലതിനെ വിടാമെങ്കിൽ ചിലത് ലഭിക്കുവാനിടയാ. ഹല്ലേലൂയ. അതുകൊണ്ട് വിടേണ്ടതിനെ നാം വിട്ട് പുറപ്പെടണം. വിടേണ്ടത് നാം വിട്ട് കളഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നാം പ്രാപിക്കാൻ കഴിയും. നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്നെ അനുഗ്രഹിച്ചിട്ട് പേർ ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നോക്കുക, 3 കാര്യം ഉപേക്ഷിച്ചവനോടാണ് ദൈവം പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശമിക്കുന്നതിനെ ഞാൻ ശമിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഈ ഭൂമിയിലെ സകല വംശങ്ങളുടെയും തലമുറകളുടെയും എല്ലാം അവകാശി എന്ന് പറയുന്നത്, അതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ അബ്രഹാമാണ്. ദൈവം അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്താണ്. നോക്കുക, അബ്രഹാമിന്റെ പുറപ്പെട്ടു തന്റെ ഭാര്യ സഹോദര മകനായ ഹല്ലേലൂയ എല്ലാരെയും കൂട്ടി അബ്രഹാം പുറപ്പെട്ടു. നോക്കുക, നമുക്കറിയാം അബ്രഹാമിന് ഏകദേശം 100 വയസ്സുള്ളവനാ അപ്പോഴാണ് ഈ വാഗ്ദത്തം കൊടുക്കുന്നത്. പക്ഷെ അബ്രഹാം ഈ 100 വയസ്സുണ്ടായിട്ടും എന്റെ ശരീരത്തിന്റെ എല്ലാ ജീവനുകൾ ഹല്ലേലൂയ ഈ നമ്മുടെ ശാസ്ത്രം പറയുന്ന എല്ലാ ഹല്ലേലൂയ
സാധ്യതകൾ അവസാനിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് എന്ത് സാധ്യത നൽകും. ഞാൻ നിനക്ക് നീ ബഹുജാതിക്ക് പിതാവാകുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം തന്നെ നിർമ്മിച്ച തന്റെ ശരീരം ഓരോ അവയവങ്ങളെ നിർമ്മിച്ച അതിനൊക്കെ മാറ്റം വരുത്തുവാൻ ജീവൻ വയ്ക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ വാഗ്ദത്തം എന്തിയ അവിശ്വസിക്കാതെ സാധ്യതകൾ ഇതാണ്. പക്ഷെ അതൊന്നും ഇന്ത്യ പുറമേ നോക്കുന്ന സാധ്യതകളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അസാധ്യതകളെ വിട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുകയോ അബ്രഹാം വിശ്വസിക്കുവാനിടയായി. അത് തന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലായി മാറി. തനിക്ക് തലമുറകളെ ദൈവം നൽകി. നോക്കുക, ഇസഹാക്ക് എന്ന സന്തതിയോടൊപ്പം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ അവിടെ സന്തതി ഇവണ്ണമാകുമെന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്. യേശുക്രിസ്തുവിലുള്ള യേശുക്രിസ്തുവിന്റെ പുറത്തു വരുന്ന അമ്മയെ കുറിച്ചാണ് ബഹുജാതി. ഒന്ന് ഇസ്രായേൽ ജനം മുഴുവൻ, യഹൂദ ജനം മുഴുവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. രണ്ട്, യേശുക്രിസ്തുവിലൂടെ ആത്മീക സന്തതിയായ യേശുക്രിസ്തുവിലൂടെ നാമും അബ്രഹാമിന്റെ സന്തതികളാണ്. അബ്രഹാം പ്രത്യാശക്കെതിരായി ദൈവം കൊടുത്ത പ്രത്യാശ വിശ്വസിച്ചു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? അബ്രഹാമിന് നമ്മുടെ വിശ്വാസികൾ എന്നാ പറയപ്പെടുന്നത്. ഈ വിശ്വാസത്തിന്റെ പ്രധാനം പറഞ്ഞാൽ വിശ്വാസം അബ്രഹാമിൽ നിന്ന് ഉരിച്ച ആത്മീക സന്തതികളാണ്. നാം വിശ്വാസത്തിൽ പുറത്തു വന്നവരാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നാം പുറത്തു. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് വിശ്വസിക്കണം. നമ്മുടെ പുറമേയുള്ള സാഹചര്യം ഒരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിനെതിരായി നമുക്ക് വാക്കുകൾ പ്രവൃത്തികളൊക്കെ കടന്നു വരുമ്പോഴും ഒരു ദൈവ പൈതലേ, നിന്റെ ജീവിതം ദൈവം വാക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നീ ആ വാക്ക് സംഭവിക്കുമോ അയ്യോ എന്നോർത്ത് എന്ത് ചെയ്യാ? ചിന്തിക്കാതെ അല്ലെങ്കിൽ സംശയിക്കാതെ നിശ്ചയമായും എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ സംഭവിക്കും. അത് ദൈവം എനിക്ക് നൽകും. ഞാനത് കാണുമെന്നുള്ളൊരു ഉറപ്പോടെ നീ ആയിരിക്കുമ്പോൾ നീ വിശ്വാസം എന്ത് ചെയ്യുക? അത് പ്രാപിച്ചെടുക്കുവാനിടയിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അല്ലെ പുതിയ നിയമ വിശ്വാസ അത്ഭുതം കാണുന്നത്. നമ്മുടെ വിശ്വാസം എത്രത്തോളം കണ്ടോ നമ്മളായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മളായിരിക്കുന്ന ഹല്ലേലൂയ ആ മേഖല എന്ന് പറയുന്നത് വിശ്വാസികളാണ്. തിരുവചനത്തെ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാത്തവർക്ക് ഒരു ആൾക്കും എന്ത് ചെയ്യാം? ദൈവത്തിന്റെ അത്ഭുതം കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു അടുത്ത് വന്ന പല സഹോദരിമാരോടും കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ പോലും വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ കാരണം എന്ന് പറയാൻ വിശ്വാസത്തിന് മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയും. എല്ലാത്തിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്തുക. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.